ഹലോ എവറി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം SUV ആയിട്ട് വരുന്ന ഹുണ്ടായി ട്യൂസോൺ. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഹുണ്ടായി ട്യൂസോൺ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ആകെ രണ്ട് വേരിയന്റ് വെഹിക്കിളിന് വരുന്നുള്ളൂ, അതായത് ഒന്ന് പ്ലാറ്റിനം, ഒന്ന് സിഗ്നേച്ചർ. ഇതിൽ തന്നെ നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് ഡീസൽ വേരിയന്റ് ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത്. ഇതിന് നമുക്ക് പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. നമ്മളിപ്പോ ഇന്ന് ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത്. അപ്പൊ ഇനി ഈ ഒരു കളറിന്റെ പേരെന്ന് പറയുന്നത് ആമസോൺ ഗ്രേ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ എലമെന്റ്സിലേക്കൊക്കെ നമുക്ക് പോവാം. ഫ്രണ്ട് ഒരു എൻഡ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഫാസിയ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അടിപൊളി ലുക്കാണ്, ഭയങ്കര സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഈ ഒരു ഗ്രില്ലും ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര അഗ്രസീവ് ഒരു ഫീല് വരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ. എനിക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ആ ഒരു വണ്ടി ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടിയത് എനിക്ക് അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഡിസൈനിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രില്ലാണ് നമുക്ക് ഭയങ്കര ക്യാച്ചി ആയിട്ട് നിൽക്കുന്നത്. ഇതിന് പാരാമെട്രിക് ഗ്രില്ല് എന്നാണ് പറയുന്നത്. ആ ഗ്രില്ല് വന്നിട്ട് നല്ല ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രില്ല് ഫുള്ള് സെൻട്രലായിട്ട് നമുക്ക് ഹുണ്ടായുടെ ലോഗോ കാണാം. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ പാരാമെട്രിക് DRLs ആണ് കൊടുത്തേക്കുന്നത്. ആ ഗ്രില്ലിനോട് ചേർന്ന് തന്നെ ആ DRL അവിടെ ഉണ്ടെന്ന് നമുക്ക് ലൈറ്റ് ഇട്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതൊരു ആ ഗ്രില്ലിന്റെ ഒരു അറ്റാച്ച് ചെയ്ത് പോയേക്കുവാണെന്ന് വിചാരിക്കുന്നുള്ളൂ. ആ അത്ര അടിപൊളിയായിട്ടാണ് ആ ഒരു ഡിസൈൻ പോയേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ LED ഹെഡ്ലാമ്പ്സ് കാണാം. നമുക്ക് ഇതിൽ LED ഹെഡ്ലാമ്പ്സ് വിത്ത് പൊസിഷൻ ലാമ്പൂടെ വരുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് സെൻസേഴ്സ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വലിപ്പത്തിലുള്ള ഒരു എയർ ഡാം നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഈ എടുത്തേക്കുന്ന ഈ മോഡലിൽ അഡാസ് ലെവൽ 2 ഫീച്ചർ വരുന്നതാണ്. അതിന്റെ റഡാർ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈനിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ബോണറ്റ് ലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പവർ ബൾജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ഡിസൈനിന്റെ മികവായിട്ട് കാണാനുണ്ട്. ഇനിയിപ്പോ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോകാം. സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്ക് വണ്ടിയുടെ ഒരു ഓവറോൾ ലെങ്ത് ഞാൻ പറയാം. 4730 mm ആണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. വീൽ ബേസ് നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വീൽ ബേസ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്. 2755 mm ആണ് വീൽ ബേസ് വരുന്ന വെഹിക്കിളിന്റെ. ആ ഒരു ഇന്റീരിയർ സ്പേസ് നമുക്ക് ആ വീൽ ബേസിന്റെ ഒരു അത്രയും വലിയ വീൽ ബേസ് വരുന്നതുകൊണ്ട് നമുക്ക് ഇന്റീരിയറിൽ അത് കാണാനുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ള സൈഡ് ഡിസൈനിൽ നമുക്ക് ഈ ഒരു അലോയുടെ ഡിസൈൻ ആണ്. ഒരു രക്ഷയില്ല, അടിപൊളി ഡിസൈൻ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ. പക്ക ഒരു സിൽവർ ആൻഡ് ഡാർക്ക് ഗ്രേ ഫിനിഷ് വരുന്ന ഒരു രീതിയിലാണ് അതിന്റെ കളർ കോമ്പിനേഷൻ പോയേക്കുന്നത്. അത് നമുക്ക് 18 ഇഞ്ച് വീൽസ് ആണ് വെഹിക്കിളിന് വരുന്നത്. ടയർ സൈസ് വന്നിട്ട് നമുക്ക് 285/16 R18 ആണ് ടയർ സൈസ് വരുന്നത്. അത് നമുക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഫെൻഡറിന്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു ബോഡി കളർ അല്ലാത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു SUV ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ആ ഒരു രീതിയിൽ തന്നെ കൊടുക്കുന്നതാണ് അതിനൊരു ഭംഗിയും. പിന്നെ അതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കട്ട്സുകളൊക്കെ കാണാം. നമുക്ക് ഈ സൈഡ് ഡിസൈനിൽ ഫുള്ള് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറെ കട്ട്സും ക്രീസസുകളും കാണാൻ പറ്റും. ആ ഡിസൈനിന്റെ ഭാഗമായിട്ട് ഇതേണ്ട ഇങ്ങനെ ഒരു ഷോൾഡർ ലൈൻ വരുന്നുണ്ട്. അത് ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ കുറുകെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ആ ഷോൾഡർ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു കട്ടിങ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ആ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കട്ട്സ് എല്ലാം കൊടുത്തേക്കുന്ന കാണാൻ. പിന്നെ ഈ ഒരു സൈഡ് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വണ്ടി എയറോഡൈനാമിക് ആണെന്നുള്ള ആ ഒരു പക്ക എയറോഡൈനാമിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് സൈഡ്. ആ ഒരു നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെഹിക്കിളിന്റെ. പിന്നെ നമുക്ക് 192 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെഹിക്കിളിന് വരുന്നുണ്ട്. ഇതിന്റെ ഇവിടെ നമുക്ക് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ കാണാം. പിന്നെ ബോഡി കളർ ആയിട്ടുള്ള ഒരു മിറേഴ്സ് ആണ് വരുന്നത്. ഇവിടെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വസ്റ്റ് സെൻസർ കാണാം. ഡോറിൽ ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്താണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റൂഫ് റെയിൽ കാണാം. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്.
പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഷോൾഡർ ലൈനും എല്ലാം ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വേണ്ട ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം നമുക്ക്. പിന്നെ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ഇതിങ്ങനെ മേളിലൂടെ ഇങ്ങനെ പോയി നമുക്ക് ആ ഒരു ഡോറിന്റെ ഫ്രണ്ട് ഡോർ വരെ ആ ഒരു ലൈൻ ഇങ്ങനെ പോയി വരുന്നതാണ്. ഒരു മാറ്റ് സിൽവർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് നിൽപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനും. പിന്നെ ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഒക്കെയാണ്, കാരണം പ്രീമിയം വെഹിക്കിൾ അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ, ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് വെഹിക്കിളിന്. ഇനിയിപ്പോ നേരെ നമുക്ക് റിയർ ഡിസൈനിലേക്ക് പോവാം. യെസ്, അപ്പൊ ഫ്രണ്ടിലെ ഡിസൈൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ഡിസൈനും പക്ക ഒരു മാസീവ് ലുക്കാണ്. എനിക്ക് ഈ വെഹിക്കിൾ മൊത്തത്തിൽ ഒരു പക്ക ഒരു മാസീവ് ലുക്കാണ് ഫീൽ ചെയ്തത്. ഫ്രണ്ട് ആണെങ്കിലും ആ ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ ആ ഒരു സൈഡ് ലെങ്ത് നോക്കിയാലാണെങ്കിലും ബാക്ക് ഡിസൈൻ ആണെങ്കിലും മൊത്തം ഒരു പക്ക ഒരു സോളിഡ് അല്ലെങ്കിൽ ആ ഒരു മാസീവ് ഫീൽ വരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ, ഓവറോൾ ഡിസൈൻ വന്നേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് ആദ്യം പറയാമെന്ന് നമുക്ക് ഈ ഒരു സ്പോയിലർ വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കാണാം. പിന്നെ മേളിൽ ഇതേ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഷാർപ്പ് ഫിൻ ആന്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഡീഫോർഗർ ഒക്കെ നമുക്ക് ഈ ഗ്ലാസ്സിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങളിപ്പോ നോക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ എന്ത് ഇതിൽ വൈപ്പർ ഇല്ലയോ എന്ന് ചോദിക്കും. പക്ഷെ വൈപ്പർ ഉണ്ട്, അത് ഹിഡൻ ആയിട്ട് കൊടുത്തേക്കുവാണ്. ഇവിടാണ് അത് പ്ലേസ് ചെയ്തേക്കുന്നത്. ഞാൻ ഇന്റീരിയർ വീഡിയോ വരുമ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളെ അത് കാണിക്കാം, അത് ഓണാക്കി കാണിക്കാം. ആ ടൈമിൽ ഇത് ഓണായി വരും. അപ്പൊ അങ്ങനെ അത്ര വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കൊടുത്തേക്കുവാണ്. വൈപ്പർ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹുണ്ടായുടെ ആ ഒരു ലോഗോ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട്, ആ ഒരു തോട്ട്ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അകത്തായിട്ട് അത് കൊടുത്തേക്കുന്നത്, അതായത് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലല്ല ആ ഒരു ഹുണ്ടായുടെ ലോഗോ കൊടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. പിന്നെ താഴോട്ട് വന്നാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ആ ഒരു നമ്മളിങ്ങനെ ചെത്തി വെച്ചേക്കുന്ന പോലുള്ള ഒരു ആ ഡിസൈൻ എലമെന്റ്സ് ഒക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതൊരു നല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്താക്കി കൊടുത്തേക്കുന്നു. വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വളരെ കണക്റ്റഡ് ആയിട്ട് ആ ഒരു ടെയിൽ ലാമ്പാണ് പോയേക്കുന്നത്. ഡിക്കിയിലൂടെ പോയി അത് അപ്പുറത്തെ റൈറ്റ് സൈഡിലെ ടെയിൽ ലാമ്പിലേക്ക് വരുന്ന രീതിയിൽ ആ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ്സ് ആണ് വെഹിക്കിളിന് വന്നേക്കുന്നത്. ഒരു T ഷേപ്ഡ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഈ ഒരു കണ്ടില്ലേ, ഇതൊരു T ഷേപ്പ് പോലെയാണ് ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എച്ച് ട്രാക്ക് എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആയതുകൊണ്ട് അതിന്റെ സൂചിപ്പിക്കുന്നതാണ് ഈ എച്ച് ട്രാക്ക് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ്. പിന്നെ ഈ സൈഡിലേക്ക് വന്ന ട്യൂസോൺ എന്നുള്ള ബാഡ്ജിങ് കാണാം. പിന്നെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നമുക്ക് ആ ബമ്പർ എല്ലാം കൊടുത്തേക്കുന്നത് ബോഡി കളർ അല്ലാത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് റിവേഴ്സ് ലാമ്പും ഇൻഡിക്കേറ്ററും ഈ സൈഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു റിഫ്ലക്ടർ കാണാം. ബാക്കിലെ സെൻസേഴ്സ് കാണാം നമുക്കിവിടെ. പിന്നെ ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിൽ ക്യാമറ കാണാം. 360 ക്യാമറ ഉള്ള വെഹിക്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ക്യാമറ ഉടനീളം വെഹിക്കിളിന്റെ എല്ലാ സൈഡിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊന്ന് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വെഹിക്കിളിന് വരുന്നത്. യെസ്, ആഹാ, നല്ല അടിപൊളി സ്പേഷ്യസ് ആണ്. 540 ലിറ്റർ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ലിവറിൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സീറ്റ് ഇടാം. വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ലഗേജ് ഏരിയ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ സ്പെയർ വീലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ബോസിന്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ്. അതിന്റെ സ്പീക്കർ, ആ സബ് വൂഫർ ആണ് കൊടുത്തേക്കുന്നത്. ആ മേളിൽ കാണുന്നത് ഞാൻ പറഞ്ഞ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന ലിവേഴ്സ് ആണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഹുക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു പാഴ്സൽ ട്രേയും കൊടുത്തിട്ടുണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ വെക്കാം. സാധനമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം എന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, യെസ്, അപ്പൊ നമ്മുടെ ട്യൂസോണിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. കാരണം
വെഹിക്കിളിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല പക്ക പ്രീമിയം ഫീലാണ് നമുക്ക് വെഹിക്കിളിലോട്ട് കയറുമ്പോൾ തന്നെ. ആ ഒരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഇന്റീരിയറിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ആ ഒരു ഡാഷിന്റെ ആ ഒരു ലേഔട്ട് ഒക്കെ കൊടുത്തേക്കുന്നതൊന്നും ഒരു രക്ഷയില്ല. കാരണം ആ ഡോറിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് വരുന്ന ആ ഒരു ലൈന് അത് ഇതുമായിട്ട് അടഞ്ഞു കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഇങ്ങനെ വളരെ ക്ലോസ്ഡ് ആയിട്ട് വന്ന് ആ AC വെന്റും ഒക്കെ കൊടുത്തേക്കുന്നത് വളരെ സ്ലീക്ക് ആയിട്ട് ആ ഡിസൈൻ ഒക്കെ പോയേക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു 10.25 ഇഞ്ചിന്റെ ഈ ഒരു സ്ക്രീനാണ്. നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോൾ മൊത്തത്തിൽ ഒരു നല്ല വലുപ്പത്തിലായിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇൻഫർടൈൻമെന്റിനകത്ത് വരുന്ന ഫീച്ചർ ബേസിക് ഫീച്ചർ മുതൽ അതായത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ വെഹിക്കിൾ ലെവൽ 2 അഡാസ് ഫീച്ചർ വരുന്ന വെഹിക്കിളാണ്. അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന നമ്മുടെ ഫോർവേഡ് കൊളിഷൻ വാണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ്, പിന്നെ ആണെങ്കിൽ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഇങ്ങനെയുള്ള ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്, ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു പറ്റം ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ പറയുന്നത് ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പം അഡാസ് ലെവൽ 2 ഫീച്ചറിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ആക്യുറസി ആണെങ്കിൽ തന്നെ അടിപൊളിയാണ്. നമുക്ക് വളരെ ആ ഒരു ടച്ചിന്റെ ഒരു ആക്യുറസി ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്, വളരെ റെസ്പോൺസീവ് ആണ്. പിന്നെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലൈമട്രോണിക് AC ആണ്, ഡ്യുവൽ AC ആണ് വെഹിക്കിളിന് വരുന്നത്. നമുക്ക് സെപ്പറേറ്റ് കോ ഡ്രൈവറിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഇവിടെ ഒരു നമുക്ക് മൊത്തത്തിൽ ഒരു ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നമുക്കൊരു അതൊരു സോഫ്റ്റ് ടച്ച് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബട്ടന്റെ ഒരു ഫിസിക്കൽ ബട്ടന്റെ രീതിയിൽ തന്നെ അത് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പൊ നമ്മളിപ്പോൾ നാവിഗേഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നാവിഗേഷന്റെ ആ ഒരു പാഡ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ നമുക്ക് സെർച്ച് ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നമുക്ക് നാവിഗേഷൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ക്ലൈമട്രോണിക്കിൽ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എനിക്ക് ഒരു ഗുഡി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഡിഫ്യൂസ് ആണ്. ഇന്ന് ഡിഫ്യൂസ് നോക്കി കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഡ്രൈവിനിടയിൽ നമ്മുടെ AC ഒക്കെ ചിലപ്പം വളരെ ഫാൻ സ്പീഡ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ബ്ലോറിന് വരുന്ന ഒരു ശബ്ദമൊക്കെ കാണും. അപ്പൊ ആ സമയത്ത് നമുക്കൊരു കോളോ അല്ലെങ്കിൽ നമുക്കൊരു മ്യൂസിക് ഒന്ന് എൻജോയ് ചെയ്യണം, ഒരു നല്ലൊരു മ്യൂസിക് ട്രാക്കിലേക്ക് നമ്മൾ പോകും. ആ സമയത്ത് ഈ ഡിഫ്യൂസ് ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്ലോവറിന്റെ സ്പീഡൊക്കെ നോർമൽ ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എയർ വരും. ഇവിടെ നമുക്ക് ഈ നോക്കി കഴിഞ്ഞാൽ ഇതിലെ വെഹിക്കിൾസിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് കാണാം. അപ്പൊ അതിലൂടെയൊക്കെ ഓപ്പൺ അപ്പ് ചെയ്ത് വളരെ ലൈറ്റ് ആയിട്ട് ആ ഒരു നമ്മൾ ഏത് ടെമ്പറേച്ചർ ആയിരുന്നു ആ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൂളിംഗ് ഒക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് നമ്മുടെ മ്യൂസിക്കോ അല്ലെങ്കിൽ നമ്മൾ കോളിലാണെങ്കിൽ ആ കോള് വളരെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, അതായത് ഈ നോയ്സ്, അതായത് AC-യുടെ നോയ്സ് നമുക്ക് വളരെ അത് മാറി കിട്ടുന്ന ഒരു ഫീച്ചറാണ്. അതെനിക്ക് വളരെ ഗുഡി ഫീച്ചറായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ഈ വെഹിക്കിള് കംപ്ലീറ്റ് നോക്ക് ഡൗൺ യൂണിറ്റ് ആണ്. അതായത് നമുക്ക് ഈ വെഹിക്കിൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് അല്ല, പുറത്തുനിന്ന് വരുന്ന ഒരു വെഹിക്കിളാണ്. നമുക്ക് ഈ വെഹിക്കിൾ നമ്മളിപ്പോൾ കറന്റ് ഡ്രൈവിന് എടുത്തേക്കുന്ന ഈ വെഹിക്കിൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 45 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് വെഹിക്കിളിന്റെ. പിന്നെ നമുക്ക് അടുത്ത ഫീച്ചർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ USB പോർട്ട് കാണാം. പിന്നെ ഇവിടെ 12 volt കാണാം. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു 8 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വെഹിക്കിളിന് വരുന്നത്. അത് ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഗിയർ ബോക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. അതിൽ നമുക്ക് മാനുവലി ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പ്ലസും മൈനസും നമുക്ക് റൈറ്റിലോട്ട് തട്ടി കഴിഞ്ഞാൽ മാനുവലി ഡ്രൈവ് ചെയ്യാം. പിന്നെ അതായിട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ടെറൈൻസ്, അതായത് 3 ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. സാൻഡ്, മഡ്, സ്നോയ്, അങ്ങനെ 3 ടെറൈൻ മോഡ്സ് വെഹിക്കിളിന് വരുന്നുണ്ട്. പോരാതെ നമുക്ക് ഡ്രൈവ് മോഡ്സും വെഹിക്കിളിന് വരുന്നുണ്ട്. അതായത് നമുക്ക് സ്പോർട്ട്, എക്കോ, നോർമൽ, അങ്ങനെ 3 മോഡും നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ്, പാർക്കിംഗ് സെൻസറിന്റെ അത് വേണം, ഫ്രണ്ട് സെൻസറിന്റെ അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യുന്നതിന്റെ ആ ബട്ടണാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ നമുക്ക് 360 ക്യാമറ എന്ന് പറഞ്ഞില്ല, അതിന്റെ ഒരു ക്യാമറ നമുക്ക് ആ ഒരു ആംഗിൾസ് ഒക്കെയാണ് ഈ കാണുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ആംഗിളിലേക്ക് മാറുന്നത് കാണാം, കണ്ടോ. യെസ്, അത് വളരെ ക്യാമറയുടെ ഒരു ക്ലാരിറ്റി ഒക്കെ ആണെങ്കിലും വളരെ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 സീറ്റും ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് കൂളിംഗ് ഫംഗ്ഷനും ഉണ്ട്, ഹീറ്റിംഗ് ഫംഗ്ഷനും ഉണ്ട്, കണ്ടല്ലേ. അപ്പോൾ ആ 2 ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓപ്പണിംഗ് നോക്കി കഴിഞ്ഞാൽ നല്ല ഒരു സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആംറസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് നല്ലൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ലൊരു വലിപ്പമുണ്ട്. നല്ല നമുക്ക് 2 പേർക്കും ഈക്വലി നമുക്ക് 2 പേർക്കും കൈ വെച്ചാൽ മുട്ടുന്ന രീതിയിലൊന്നുമല്ല, വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക.
പിന്നെ നമുക്ക് ഇനിയിപ്പോ നേരെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പക്ക ഒരു സ്പോർട്ടി ഫീൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. കാരണം ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഹുണ്ടായുടെ ലോഗോ കാണാം. ഒരു മാറ്റ് സിൽവർ ഫിനിഷ് ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്ന കാണാൻ പറ്റും നമുക്ക്. ഇതിൽ നമുക്ക് ഇതിന്റെ നമ്മുടെ ഇവിടെ നമുക്ക് സെൻട്രലിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ക്ലസ്റ്റർ വരുന്നത് ഒരു 10.25 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. അതിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലാണ്. അതിൽ നമുക്ക് വേണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് അഡാസിന്റെ ഫീച്ചറിന്റെ അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡിസ്റ്റൻസ് ടു MT, ആവറേജ് മൈലേജ് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കോമ്പസ് കാണാം. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വേണ്ട, ഞാൻ പറഞ്ഞു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ നമുക്ക് കാണാം. കണ്ടോ, അതാണ് അതിന്റെ ഡീറ്റെയിൽസ് അത്രയാണ്. പിന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളാണ്. ടെലിഫോണിക് സ്വിച്ചസ് വരുന്നുണ്ട്. അത്ര ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, എല്ലാ വെഹിക്കിളിലും നമ്മുടെ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ കാണും. അത് ഈ വെഹിക്കിളിലില്ല. അത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഈ ഡാഷ് നോക്കിയത് ഭയങ്കര നീറ്റ്ലി ഒരേ ലെവലിലാണ് ഇത് പോയേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടത്. മറ്റേ സാധാരണ നമ്മൾ കാഴ്ചയിലൊക്കെ കയറുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ വന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാൻ പറ്റുന്നത്. ഇതിനതില്ല. അത് പക്ഷെ കുറച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പെട്ടെന്ന് നമുക്ക് ആ ഒരു മറവില്ലാത്തതുകൊണ്ട് ഭയങ്കര വിസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഡ്രൈവർ സീറ്റ് വന്നിട്ട് 10 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. നമുക്ക് ആ ഒരു ലംബാർ സപ്പോർട്ടൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു കമാൻഡിങ് പൊസിഷനിൽ നമുക്ക് ഈ ഒരു സീറ്റിംഗ് പൊസിഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും ഇത് 8 വേ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഹീറ്റിങ്ങും കൂളിങ്ങും ഫംഗ്ഷൻ ഉള്ള ഈ രണ്ട് സീറ്റിനും ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഒരു മാറ്റ് സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി വൈറ്റ് ആയിട്ട് വരുന്ന ഒരു സീറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഒരു നോബുകൾ രണ്ടും അതിലെ ആ ഒരു ഡിസൈൻ എലമെന്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും ഡീറ്റെയിൽ ചെയ്ത് അവർ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ ഈ ഒരു വൈപ്പറിന്റെ ആ ഒരു ലിവറൊക്കെ നോർമൽ രീതിയിലായിരിക്കും കാണുന്നത്. പക്ഷെ അതൊക്കെ വളരെ ഡീറ്റെയിൽഡ്, അതിന്റെ ഒരു ഡയമണ്ട് ഫിനിഷ് ഒക്കെ കൊടുത്ത് ഡീറ്റെയിൽ ചെയ്തേക്കുന്നത് അത് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലാണെങ്കിലും ആ രീതി തന്നെ. പിന്നെ രണ്ടും നമുക്ക് ഹെഡ് ലാമ്പ് ആണെങ്കിലും വൈപ്പർ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇവിടെ ഒരു ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയും കാണാം, നമ്മുടെ ഈ ഒരു ഡോറിന്റെ പാനൽസിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം കണ്ടു, ഒരു പാനൽ ഗ്യാപ്സുകൾ ഒന്നുമില്ല, വളരെ ആ ഒരു സ്ലീക്ക് ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെയാണ്. ഡാഷ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടു ഇങ്ങനെ ഇവിടുന്ന് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഈ ഒരു ലൈന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ ഒരു ഡോറും ഈ ഒരു വളരെ ഒരു പ്രിസിഷനായിട്ടാണ് അത് പോയിരിക്കുന്നത് നോക്കിയാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കൃത്യമായിട്ട് കൊടുത്തേക്കുന്നത് കാണാൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്രയും. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. പിന്നെ നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓട്ടോ IRVM ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ നമുക്ക് SOS വരുന്നുണ്ട്, അങ്ങനെയുള്ള സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റീഡിംഗ് ലാംപ്സ് കൊടുക്കുന്നുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫുള്ളി ഒരു പനോരമിക് സൺറൂഫ് കാണാം, വളരെ ഹ്യൂജായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, ഇപ്പോൾ വെളിയിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട്, അപ്പോൾ അത് കാരണം ഞാനത് ഓപ്പൺ ചെയ്യാത്തത്. പിന്നെ ഒരു അടിപൊളി ഒരു ഗുഡി ഫീച്ചറാണ് ഇതേണ്ട ഈ ഒരു സൺഷെയ്ഡിലുള്ളത് വെച്ചാൽ ഈ ഒരു എക്സ്റ്റൻഡർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ചില സമയത്ത് കൈവിട്ട കളികൾ കളിക്കുന്ന സമയത്ത് ഇതൊരു വളരെ ഒരു ഗുഡി ഫീച്ചറാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ലോങ് സ്ട്രെച്ചുകളൊക്കെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഒരു നമ്മുടെ IRVMന്റെ ഇടയിൽ കൂടെ സൂര്യന് കയറും. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡ് കിട്ടും. ഇതൊരു വളരെ ഗുഡി ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഇതിൽ മിറർ വരുന്നുണ്ട്, വിത്ത് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റ് നമുക്ക് ഓൺ ചെയ്യണം, അങ്ങനെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സ്റ്റൻഡർ ഇവിടെ ഉണ്ട്, ഇവിടെ മിറർ കാണാം, ഇവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഗ്ലൗ ബോക്സ് വന്നിട്ട് നമുക്കൊരു നോർമൽ ഗ്ലൗ ബോക്സ് ആണ്, കൂൾഡ് ഗ്ലൗ ബോക്സ് ഒന്നും അല്ല, നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെയിൻ ആയിട്ടും കാണാൻ പറ്റുന്ന ആ ഒരു ബോസിന്റെ ഒരു പ്രീമിയം സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു സ്പീക്കർ സിസ്റ്റം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെഹിക്കിളിൽ ഒരു 8 സ്പീക്കർ സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത് ബോസിന്റെ. അവിടെ നമുക്കൊരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംറസ്റ്റിന്റെ ഭാഗത്ത് ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒക്കെ കൊടുത്ത് ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ അവിടെയും കാണാം നമുക്ക്. പിന്നെ നമ്മുടെ വെഹിക്കിളിന്റെ കീ ഫോബ് ഇതാണ്. ഇതിൽ വന്നിട്ട് ലോക്ക്, അൺലോക്ക്,
ഹോൾഡ് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഹോൾഡ് ആണ്, അതിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഈ ഹോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോസ് ഫ്രണ്ടിലത്തെ 2 വിൻഡോസും ഓപ്പൺ ആവും. പിന്നെ വണ്ടി വേണേൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഹിഡൻ നമ്മുടെ വൈപ്പറിനെ കാണിച്ചു തരാം. ബാക്കിലോട്ട് നിങ്ങൾ നോക്കിക്കോ. കണ്ട ആശാൻ വന്ന കണ്ട ഒളിച്ചിരിക്കുകയായിരുന്നു. ഇതാണ് ഹിഡൻ വൈപ്പർ. അതൊരു അടിപൊളി ഫീച്ചറാണ്. അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ വൈപ്പർ കാണത്തുമില്ല. വൈപ്പർ ഇല്ലേ എന്നും കൂടെ ചോദിക്കും ആളുകൾ, ഇല്ലേ? അത് പക്ഷെ കൊള്ളാം. വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ആ ഒരു മേളിൽ വെച്ചേക്കുന്നത് നല്ലൊരു ഗുഡി ഫീച്ചറാണ്. അതൊക്കെ ഒരു ഡിസൈൻ എലമെന്റ് അത്രയും നോക്കിയേക്കുന്നത് കൊണ്ടാണ് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഫ്രണ്ടിലെ ഫീച്ചേഴ്സിന്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നമുക്ക് റിയർ സീറ്റിൽ എന്തൊക്കെയാണ് അവിടുത്തെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്പേസസ് ആയിട്ടുള്ള രീതിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മുടെ ട്യൂസോണിന്റെ ബാക്ക് സീറ്റിലെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതേടെ കണ്ടില്ലേ, ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിപ്പോ എന്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഈ സീറ്റ് ഒരു സ്വല്പം കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്റെ സീറ്റിംഗ് പൊസിഷനിൽ ഇട്ടിട്ട് പോലും എനിക്ക് അത്യാവശ്യം ഇത്രയും ഒരു ലെഗ് റൂമും അല്ലെങ്കിൽ നീ റൂമും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ഒരു ഹെഡ് റൂമും നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഒരു ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. ഷോൾഡർ സ്പേസ് ആണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം 3 പേർക്കും നമുക്ക് കംഫർട്ടബിളി ഇരിക്കാൻ പറ്റും. സെന്റർ ടണൽ ചെറിയ രീതിയിലേ ഉള്ളൂ, വലിയ നമുക്കൊരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സെന്റർ ടണൽ അല്ല, റേസ് ചെയ്ത് നിൽക്കുന്നില്ല വലുതായിട്ട്. പിന്നെ മെയിൻ ആയിട്ട് നമുക്കിവിടെ 2 AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ ഇവിടെ 2 USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റീഡിംഗ് ലാംപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെളിയിലുള്ള വ്യൂ ഒക്കെ ആണെങ്കിലും നമുക്ക് എങ്ങും കട്ടാവുന്നില്ല. വളരെ നല്ല ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ആ വെളിയിലുള്ള വ്യൂ ഒക്കെ വളരെ വിസിബിലിറ്റിക്ക് ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഫാബ്രിക് മെറ്റീരിയൽ ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ലൈൻ ഇങ്ങനെ പോയിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. അത് ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ സീറ്റിന്റെ ബാക്കിലുണ്ട്. പിന്നെ ഈ സീറ്റിന് നമുക്കൊരു മെയിൻ ഫീച്ചർ ഉണ്ട്. ഇതേണ്ട ഞാൻ ബാക്കിലോട്ട് വന്ന് ഇരുന്ന് കാണിക്കാം. ഇതുണ്ടോ, ബോസ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. കണ്ടോ, ഇതിൽ നമുക്ക് ഇലക്ട്രിക്കലി ഈ സീറ്റ് ഇവിടെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടും ആക്കാം. പിന്നെ ഇത് റിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരുന്ന് പോകാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചർ ഈ വെഹിക്കിളിന് വരുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിരുന്നത്. യെസ്, പിന്നെ നമുക്ക് ഇവിടെ നല്ലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഐസോഫിക്സ് ആങ്കറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ്. പിന്നെ ഈ പാനോറമിക് സൺറൂഫ് നല്ല നമുക്ക് ഇവിടെ വരെ നമുക്ക് ബാക്കിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മൊത്തത്തിലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഏറെ ഫീൽ ഉണ്ട്. നമുക്ക് ഒരു ക്രാംഡ് ഫീലോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല ഒരു രീതിയിലും. കാരണം ഫുള്ളി ഏറിയാണ്. ഈ ഒരു ഗ്ലാസ് ഏരിയ ആണെങ്കിലും ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ. പിന്നെ പാനോറമിക് സൺറൂഫ് ഉണ്ട്. അങ്ങനെയുള്ള മൊത്തത്തിൽ നമുക്ക് നല്ല ഏറി ഫീലാണ്. ലൈറ്റിനൊന്നും ഒരു കുറവുമില്ല. ഡോർ പോക്കറ്റ്സ് കൂടെ ഒന്ന് കാണിച്ചേക്കാം. അവിടെ നമുക്ക് ആ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പോലെ തന്നെ ആംറസ്റ്റിന്റെ അവിടെ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഒരു ഫാബ്രിക് മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്തേക്കുന്ന കാണാം. യെസ്, അപ്പൊ ഇത്രയാണ്. നമുക്ക് ഇനിയിപ്പോ നേരെ ഇനി ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡ്രൈവ് മോഡ്സ് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. ഡ്രൈവ് മോഡ്സ് നമുക്ക് 4 മോഡ്സ് ആണ് വരുന്നത്. അതിൽ എക്കോ, നോർമൽ, സ്പോർട്ട്, സ്മാർട്ട്, ഇങ്ങനെ 4 മോഡ്സ് ആണ്. ഈ 4 മോഡ്സും മാറുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിലെ വ്യത്യാസങ്ങൾ കണ്ടോ. സ്പോർട്ട് ഇടുമ്പോഴത്തേക്കിനും വളരെ ഒരു റെഡ് ഫീല് കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഇങ്ങനെ 4 മോഡ് വരുന്നുണ്ട്. പിന്നെ ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. സ്നോയ്, മഡ്, സാൻഡ്. കണ്ടോ, ഇങ്ങനെ 3 മോഡ്സും നമുക്ക് വരും. നമുക്ക് ഡെഡിക്കേറ്റഡ് ഇവിടെ സ്നോ ഇല്ലാത്തതുകൊണ്ട് മഡും സാൻഡും ആണ് നമുക്ക് പൊതുവെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജി വരുന്നതുകൊണ്ടാണ് ആ ഒരു ടെറൈൻ മോഡ്സ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം.
അപ്പൊ നമ്മുടെ ഡ്യൂസോണിന്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ നമുക്ക് എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളിലേക്ക് പോവാം. 2 ലിറ്റർ CRD എഞ്ചിൻ ആണ് വെഹിക്കിളിന് വരുന്നത്. ഡീസൽ എഞ്ചിനാണ് നമ്മുടെ നമ്മളിന്ന് ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിള്. ഇതിന്റെ ഒരു എഞ്ചിൻ പവർ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 186 PS പവർ ആണ് വെഹിക്കിൾ ഡെലിവറി ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. ടോർക്ക് വന്നിട്ട് ഒരു 416 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ CRD എഞ്ചിൻ നമുക്ക് വളരെ കോമൺ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായ വെഹിക്കിൾസിലൊക്കെ പലതവണ നമ്മൾ ഈ ഒരു എഞ്ചിൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിഫൈൻമെന്റ് ലെവലും അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ അടിപൊളിയാണ്. ഒരു രീതിയിൽ നമുക്കൊരു ഡീസൽ എഞ്ചിൻ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. കാരണം അത്ര സൈലന്റും ഒക്കെയാണ് വെഹിക്കിള്. മറ്റുള്ള ഡീസൽ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സൈലന്റ് ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പവർ ഡെലിവറി അല്ല അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് 4 മോഡ്സ് ഞാൻ പറഞ്ഞതുപോലെ വരുന്നുണ്ട് വെഹിക്കിളിന്. നോർമൽ, എക്കോ, സ്പോർട്ട്, സ്മാർട്ട്, ഇങ്ങനെ 4 മോഡ്സ് വരും. അതിൽ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുന്നത് ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ ഇതാണ്ട് സ്പോർട്സ് മോഡാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് എത്രത്തോളം ഫീൽ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. അത്ര ഒരു ക്വിക്ക് റെസ്പോൺസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു രീതിയിലും എങ്ങും ലാഗ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ നമുക്ക് എന്താ പറയുന്നത് ഈ ഒരു ടോർക്കും ഈ ഒരു പവർ ഫിഗേഴ്സും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പവർ എങ്ങും ഒരു ഡ്രോപ്പ് ആകുന്ന ഫീൽ ഇല്ല. അതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് ഗിയറിലേക്ക് ഗിയർ ട്രാൻസ്മിഷന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 8 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗിയർ വളരെ സ്ലീക്ക് ആയിട്ട് വളരെ ക്വിക്ക് ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റ് ആകുന്നത്. നമുക്കത് അറിയാൻ പോലും ഇല്ല. ഏത് ഗിയറിലേക്ക് പെട്ടെന്ന് മാറുന്ന ഒന്നും അറിയാൻ പോലും ഇല്ല. വളരെ ക്വിക്ക് ആയിട്ട് നമ്മൾ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ക്വിക്ക് ആയിട്ട് ഗിയർ മാറി പോകുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വളരെ ഈസി മാനുവറിംഗ് ആണ്. നമുക്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും ഒക്കെ വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നത് മക്ഫെർസൺ സ്റ്റഡ് ആണ്. ബാക്കിൽ വരുന്നത് 4 ലിങ്ക് വിത്ത് കോയിൽ സ്പ്രിംഗ് സെറ്റപ്പ് ആണ് റിയർ സസ്പെൻഷൻ സിസ്റ്റം വരുന്നത്. വളരെ കംഫർട്ടബിൾ ആണ് വെഹിക്കിള്. യാതൊരു നമുക്ക് ഒരു ബോഡി റോളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് ഒരു കളയുന്ന രീതിയിലുള്ള ഒരു ബൗൺസിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനില്ല. കാരണം ഞാൻ അത്യാവശ്യം ഇവിടെ മോശമായിട്ടുള്ള റോഡ്സിലും ഒക്കെ ഞാൻ ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു ഡ്രൈവ് ഒന്നും എനിക്ക് ഡ്രൈവിലെങ്ങും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ബാക്ക് സീറ്റിലാണെങ്കിലും ഒക്കെ വളരെ എന്താ പറയുന്ന ഒരു ഈ ബൗൺസിങ് എടുത്തടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പാസഞ്ചേഴ്സിനാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് സേഫ്റ്റി സൈഡിലേക്ക് വന്നാൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട് വെഹിക്കിളിന്. പിന്നെ ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ട്രാക്ഷൻ കൺട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒരു നിര തന്നെ ഉണ്ട്. ഹിൽ അസിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യത്തിലൊന്നും ഉണ്ടായി ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യില്ല. ഇതൊന്നും കൂടെ ആണ് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സും വരുന്നത് ഇതിലേക്ക്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ട്യൂസോണിന്റെ ഡ്രൈവ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പോപ്പുലർ ഹുണ്ടായി വൈറ്റ്ല ഷോറൂം ആണ്. അവിടെ ആറമായിട്ടുള്ള നമ്മുടെ ദീപൻ സാർ ആണ്. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ അല്ലെ ട്യൂസോൺ ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊരു പ്രീമിയം കാറ്റഗറിയാണ്. അപ്പം ഈ ദീപൻ സാറിനെ തന്നെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പം ഇതൊരു പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ കേരള പോപ്പുലറിന്റെ ഒരു ആറമാണ് പുള്ളി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽസോ ടെസ്റ്റ് ഡ്രൈവോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം താങ്ക് യു സോ മച്ച്.